ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉഷ ജനോമിയുടെ മെഷീനകത്ത് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് ഞാൻ എംബ്രോയ്ഡറി വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ സിൽക്ക് ത്രെഡിലാണ്, ഒരു ഗ്രീൻ കളറുള്ള സിൽക്ക് ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ടറും ലെങ്തും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് നമ്മുടെ കമൻറ്റിൽ കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തെല്ലാം വീഡിയോസിനകത്തെല്ലാം നല്ല കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സെലക്ടർ ഒരു സീൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു കാണിയിലുള്ള അത് സെലക്ട് ചെയ്യുക, ലെങ്ത് നമ്മൾ 0-ലാക്കുക. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കമൻറ്റ്സ് വരുന്നത്. അപ്പം ഇത് ഞാനൊരു മുക്കൂറ്റിയുടെ ഒരു പിക്ചറാണ് വരച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ മുക്കൂറ്റിയായിട്ട് തോന്നില്ലെങ്കിൽ നമുക്കിതൊന്ന് മുക്കൂറ്റിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പർ ഞാൻ അടിയിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. നമുക്ക് നൂലൊന്നും പൊട്ടി പോകത്തില്ല, തുണിയൊന്നും നല്ല കീറത്തില്ല. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പഴയ പേപ്പറുകളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പം ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ചെറിയ കാണിലിട്ടുള്ള സീലാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിത് ചെറിയ സീല് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ കാണികളൊന്നും മാറ്റുന്നില്ല. അപ്പോൾ ആ രണ്ട് രീതിയാണ് നമ്മളിനകത്ത് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണി ചെറുതാക്കി ഇട്ടിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നതിനകത്ത് തന്നെ ഇട്ട് നമ്മളകം ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം പോകും. നമ്മൾ കാണി ഒന്ന് ഇത് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ കാണി ഒന്ന് വലുതാക്കി ഫിനിഷിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് തീർത്തെടുക്കാം. അപ്പോൾ ആ രണ്ട് രീതി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലീഫാണ് നമ്മൾ ചെയ്യുന്നത്. മുക്കൂറ്റി പോയി ഞാനിന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു പടം ഞാൻ മനസ്സിൽ കണ്ടൊന്ന് വരച്ചതാണ് കേട്ടോ. അല്ല ട്രേസിങ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് ഞാൻ ഈ കാണിച്ചു തരാം. രണ്ടാമത്തെ രീതിയാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഔട്ട്ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കാണി ഒന്ന് വലുതാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇച്ചിരി വീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരു എംബ്രോയ്ഡറി ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതിനകം ഒന്ന് ഫിനിഷ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കാരണം മറ്റേത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം പോകും. ഇതാകുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ വർക്കെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അരമണിക്കൂർ വേണ്ട, മാക്സിമം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 10-15 മിനിറ്റുള്ളിൽ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലീഫുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ യെല്ലോ നമ്മുടെ സിൽക്ക് ത്രെഡാണ് കൊടുക്കാൻ പോകുന്നത് ഫ്ലവറിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള നൂല് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് യെല്ലോ കളറിലെ ഒരു സിൽക്ക് ത്രെഡ് എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇട്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് 2 ഷെയ്ഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു പൂ വരച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ആ പൂവിലെല്ലാം നമ്മളൊന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇതിനകത്ത് 2 ഷെയ്ഡ് കൊടുക്കേണ്ടത് കൊണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഈ യെല്ലോ സിൽക്ക് ത്രെഡ് നമ്മൾ എത്തിക്കേണ്ട. അപ്പം കുറച്ച് ഭാഗത്തൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇട്ടേക്കണം. വേറൊരു കളറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് കാണുക, വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള എംബ്രോയ്ഡറി വർക്കുകളെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ സാരിയിലും പട്ടുപാവാടയിലും ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന ആൾ. എനിക്ക് ഒരുപാട് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു സാരിയിൽ നമ്മൾ ഈ വർക്കൊന്ന് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ഉടനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സമയക്കുറവൊക്കെ കാരണമാണ് നമ്മളിതൊന്നും ചെയ്യാത്ത. ഇതുപോലെയുള്ള വർക്കുകൾ നമുക്കിതിൽ ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്കൊരു നല്ല ഒരു സാരിയിൽ നമുക്ക് ഇങ്ങനൊരു വർക്ക് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് ഉപയോഗിച്ച് വരെ നമുക്ക് ഇതിനകത്ത് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് അകമെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ
കാണിക്കാം. അപ്പം നമ്മൾ സാരിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വർക്ക്. അപ്പം നമ്മൾ സാരിയിൽ ഉടനെ തന്നെ ഒന്ന് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമുക്ക് സാരിയിൽ നമ്മൾ ചെയ്ത് വർക്ക് എടുക്കാത്തത്. അപ്പോൾ ഇതുപോലുള്ള എംബ്രോയ്ഡറിയൊക്കെ മെഷീനൊക്കെ കയ്യിലുള്ളവർ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും 10-15 വർഷത്തോളമൊക്കെ ഈ മെഷീൻ കയ്യിലിരുന്നിട്ട് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ല വർക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഡിസൈൻസും കാര്യങ്ങളും എല്ലാം നമുക്കിതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് വശം ഒന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് വലിയ വൃത്തിയോടും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കട്ട പിടിച്ച നൂല് ഒന്നും ഇരിക്കത്തില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാ നൂലുകളും നമ്മളൊന്ന് പൊങ്ങിയിരിക്കണം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാത്രം കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ പേപ്പർ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി. ഇളക്കി മാറ്റുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എംബ്രോയ്ഡറി മെഷീൻ ഉള്ളവരൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുക. ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ ഏറ്റെടുത്തെങ്കിലല്ലേ നമുക്ക് നല്ല വർക്കുകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഞാനിപ്പോൾ റിങ്ങിൽ നിന്ന് ഞാൻ മാറ്റി കാണിക്കാം. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉഷ ജനാമിയുടെ മെഷീനകത്ത് ഇതുപോലുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലേ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ചിലരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്